കോൺഗ്രസ് നേതാവ് പി മുഹമ്മദ് ഷമാസ് കൂടി ചേരുകയാണ്. ഷമാസ്, ഇത്തവണത്തെ ബജറ്റിൽ സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായ നിരവധി പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചില മാറ്റങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയായിരിക്കും? പൊതുവെ ഈ ബജറ്റിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നൊരു സമയത്ത് കൂടിയാണ് ഈ ചർച്ച നടക്കുന്നത്. സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകാൻ ഈ ബഡ്ജറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് യുവാക്കളെയും ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാ ബജറ്റിനെയും അവരെ നോക്കിക്കാണുന്നതെങ്കിലും പതിവ് പോലെ ഇത്തവണയും നിരാശയ്ക്ക് മാത്രമാണ് വകുപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എല്ലാ അർത്ഥത്തിലും സാധാരണ നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത് വളരെ ആവേശത്തോടു കൂടി പാർലമെൻറ്റിൻ്റെ ഹാളിനെ ഇടിമുഴക്കം സൃഷ്ടിച്ചൊക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് എന്ന് ഉള്ളൊരു പ്രതീതി ധ്വനിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവർ ഇത്തവണയും ബഡ്ജറ്റ് പ്രസംഗം നടത്തി. അതിലാകെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ BJP-യുടെ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലാകെ ഒരു ആനുകൂല്യമായി എടുത്ത് പറയുന്നതും ഉയർത്തിക്കാണുന്നതും രാവിലെ മുതൽ ബഡ്ജറ്റ് പ്രസംഗം ആരംഭിച്ചത് മുതൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളതും ഈ പറഞ്ഞ 12 ലക്ഷം വരെയുള്ള ആദായ നികുതി ഇളവ് കാര്യത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ രാജ്യത്തെ ഇടത്തരക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു ആശ്വാസകരമായ രീതിയിലുള്ള ചില തീരുമാനങ്ങൾ. ഞാൻ താങ്കളിലേക്ക് എത്താം. ഈ ഒരു ബജറ്റ് നിരാശ ഉണ്ടാക്കുന്ന യുവജനങ്ങൾക്ക് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ AI ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഒരു മുന്നേറ്റം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതാണ്. പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ സ്വപ്നം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഈ AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള വികസന പദ്ധതികൾ വരുന്നു എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. പ്രതീക്ഷയില്ലാതെ തള്ളിക്കളയേണ്ടി വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം മന്ത്രി ശ്രീ ജോർജ് കുര്യൻ തന്നെ ഇവിടെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേട്ടു. അതിൽ പോലും എവിടെയും യുവാക്കൾക്ക് ആവശ്യമായ ഒരു കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളിപ്പം വളരെ കുട്ടിഘോഷിച്ച് AI എന്ന് പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിലും പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ AIക്ക് വേണ്ടി AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്നാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ മന്ത്രി പറഞ്ഞത്. എവിടെയാണ് ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ പോലെ 500 കോടി രൂപ AI സാങ്കേതിക വിദ്യയുടെ പുരോഗമനത്തിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നു. ഇനി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഈ പറഞ്ഞ AI സാങ്കേതിക വിദ്യയുടെ അതിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മുടെ AI ഇറയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ 500 കോടി രൂപ കൊണ്ട് പര്യാപ്തമാകുമോ അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം? അങ്ങനെ കേവലം ഈ നിർമ്മിത ബുദ്ധിയെ ഉൾപ്പെടെയുള്ള അതിൻ്റെ ടെക്നിക്കൽ ടേമിനെ സാങ്കേതികമായി ഉപയോഗപ്പെടുത്തി ഇതാ ഞങ്ങൾ ആ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നു എന്ന ഒരു പ്രചരണത്തിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു സമീപനവും ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് യുവാക്കളെ സംബന്ധിച്ചും ഈ രാജ്യത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ചും എല്ലാം ഈ ബഡ്ജറ്റ് നിരാശാജനകമാണ് എന്ന് പറയുന്നത്. എന്താണ് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്ത് നടപടിയാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിലുള്ളത്? ഇവിടെ ടാക്സ് നൽകുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ടാക്സിൽ ഇളവുണ്ട്. അല്ലെങ്കിൽ വർഷം 12 ലക്ഷം രൂപ സാലറി വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഇളവുണ്ട്. അവർക്ക് വലിയ കാര്യമാണ്. അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത തുക നീക്കിയിരിപ്പായി അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാനൊക്കെ പറ്റുന്നു. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഈ രാജ്യത്ത് തൊഴിലും ജോലിയും ഈ പറഞ്ഞതുപോലെ സാലറിയും ഇല്ലാത്ത വേതനമില്ലാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെ സംബന്ധിച്ച് എന്ത് തൊഴിലധിഷ്ഠിത പദ്ധതികളാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർ തന്നെയാണ്. ആ സമ്പത്തിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നാളിതുവരെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിട്ടുള്ളത്. അതിലാണ് ഒരു പ്രതീക്ഷയും നൽകാതെ അതിനെ നോക്കുകൂത്തിയായിക്കൊണ്ട് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ദയനീയ സ്ഥിതിവിഷയത്തിലേക്ക് ഈ സാഹചര്യത്തെ കൊണ്ട് എത്തിക്കുന്നത്. അത് ആ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, നിരാശാജനകമായ യുവാക്കളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഏറെ പരിതാപകരമായ ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് യുവാക്കളെ സംബന്ധിച്ച് തന്നെ പ്രതിപാദിച്ച് മുന്നോട്ട് പോകുമ്പോൾ. ഇപ്പൊ മുദ്രാ ലോണിന്റെ കാര്യം ഇപ്പോൾ ഇവിടെ മന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഉൾപ്പെടെ അതിനെ പ്രതിപാദിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മുദ്രാ ലോൺ സ്കീമുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ എത്ര കണ്ട് ആ പ്രൊജക്റ്റുകളെ
ഉപയോഗപ്പെടുത്തി അത് എത്ര കണ്ട് ഇപ്പോൾ നിലനിൽക്കുന്നു, ഏത് രീതിയിൽ അതിന്റെ പുരോഗതി ഉണ്ട്, അതൊന്നും ആ വിലയിരുത്തലുകളൊന്നും ഒരു തരത്തിലുള്ള പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ പോലും ആ വിലയിരുത്തലുകളില്ല. എന്നിട്ട് ഇവർ ഈ പറഞ്ഞ മുദ്രാ ലോൺ ഞങ്ങൾ കൂടുതലായി നൽകുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് ആ മുദ്രാ ലോൺ ഉപയോഗപ്പെടുത്തിയുള്ള സംരംഭങ്ങൾക്ക് കൂടുതലായി നിലനിർത്താൻ വേണ്ടി സാധിച്ചത്, അത് എത്ര കണ്ട് രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിച്ചു എന്നതുൾപ്പെടെയുള്ള വിലയിരുത്തലുകൾ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അത് തന്നെയാണ് ഈ രാജ്യത്തെ പിറകോട്ട് നയിക്കുന്നത്, ചെറുപ്പക്കാരെ പിറകോട്ട് നയിക്കുന്നത്, അവരെ ആശങ്കാകുലരാക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും ഒരു തരത്തിലുള്ള ദീർഘദൂര കാഴ്ചപ്പാടും ഇല്ലാതെ കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന ഒരു അവസരമായി, ഒരു സ്ഥിതിവിശേഷമായി ഈ കേന്ദ്ര ബഡ്ജറ്റ് മാറി. കേരളത്തെ സംബന്ധിച്ച്, സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതീക്ഷകൾ നമ്മൾ വെച്ച് പുലർത്തിയിരുന്നു, സർവകലാശാല തലത്തിലുള്ള ഫണ്ടുകൾ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും തന്നെ ഇല്ലാതെ വ്യത്യസ്ത മേഖലയിൽ എങ്ങനെയൊക്കെ പോളിഷ് അടിച്ച് മുന്നോട്ട് പോകാം എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടില്ല. കേവലം തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുള്ള ചില പൊടിക്കൈകൾക്കപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രഖ്യാപനങ്ങളുടെ ആവർത്തനം എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ ഒരു സമീപനം ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ എവിടെയും ഈ രാജ്യത്തെ ഭാവി വാഗ്ദാനങ്ങളായ ചെറുപ്പക്കാർക്ക് വേണ്ടിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയോ ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു സമീപനം ഉണ്ടായിട്ടുമില്ല എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശരി.